ടീക്കോടെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന പേപ്പറോ ഈർക്കിലി വള്ളി പുള്ളി എല്ലാം പെറുക്കിക്കൊണ്ട് ഇങ്ങനെ നിരത്തിയിടിയില്ല ഇവിടെ പരിപാടി. കണ്ടില്ലേ, ഇപ്പോൾ ഈർക്കിലി കളിയാണേ. എവിടുന്ന് ഒരു ഈർക്കിലി കിട്ടിയിട്ടുണ്ട്, അതും തപ്പിപ്പെറുക്കിക്കൊണ്ട് നടക്കുക. പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളോ, കിടന്ന് കളിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കിറ്റിയും പിള്ളേരും വന്നു കേട്ടോ. കിറ്റിയും പിള്ളേരും വന്നിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. മഞ്ഞക്കുഞ്ഞിനാണെങ്കിൽ ആകെ പേടിയാണേ. പുള്ളിക്കാരി അങ്ങ് പേടിച്ച് വരച്ച് അതുവഴി ഇതുവഴിയൊക്കെ അങ്ങ് നടക്കുക. അങ്ങനെയുണ്ട് ടീക്കോ വഴക്കടിവൻ. മഞ്ഞക്കുഞ്ഞ് പോയി പാത്തിരുന്നേ, അവളുണ്ടോ ഇവിടുന്ന് കണ്ടോ, പോയി തോട്ടി കെട്ടി വഴക്കുണ്ടാക്കുവാണേ. ഇതാണ് ഇവിടെ പരിപാടി. അവിടുന്ന് പുള്ളിക്കാരി ഇപ്പുറത്ത് വന്ന് കിടന്ന വഴക്കായേ. ഗ്യാസിൻ്റെ അവിടെ പോയി പാത്തിരിക്കുമായിരുന്നു മഞ്ഞക്കുഞ്ഞ്, അവിടെയും പോയി വഴക്കാം. പക്ഷേ ആ സമയം കൊണ്ട് വെള്ളക്കുഞ്ഞ് എന്നാ ചെയ്തോ, കൊഞ്ചി കൊഞ്ചി ഋഷിയുടെ കൈ കയറി കേട്ടോ. അതങ്ങ് സൈലൻ്റാണ്. അപ്പം അമ്മ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കും കണ്ടോ, ഇരിപ്പൊക്കെ കണ്ടോ, എന്തൊരു പാവം. എന്നിട്ട് അവൾ വെള്ളക്കുഞ്ഞിനെ കൊണ്ട് അകത്ത് കയറിപ്പോയി കേട്ടോ. വെള്ളക്കുഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അവിടെ കൂടെ. അപ്പോഴുണ്ട് എന്നും കാക്കയെ തപ്പി നടന്ന് ഇന്ന് കാക്കയെ പിടിക്കും, നാളെ കാക്കയെ പിടിക്കും. അങ്ങനെ കാക്കകളെ ലക്ഷ്യമിട്ട് നടന്ന് അവസാനം കിട്ടിയതൊരു പാറ്റയാണ് കേട്ടോ. അങ്ങനെ സ്വന്തമായിട്ടൊരു പാറ്റയെ പിടിച്ച് ടീക്കോ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. കിറ്റിയമ്മയുടെ കൂടെ നടക്കുന്നുണ്ട്, ഒരു പ്രയോജനമുണ്ട്. ഹണ്ടിങ്ങൊക്കെ നന്നായിട്ട് പഠിച്ചു കേട്ടോ. കിറ്റിയമ്മ മറ്റേ കുഞ്ഞുങ്ങളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും പോലെ ഇവൾക്കും ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അവസാനം ഒരു പാറ്റയെ പിടിച്ച് കഴിവ് തെളിയിക്കാൻ അവൾക്ക് സാധിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.